കൊള്ളാം ഇടി കലക്കടി. എടി മോളെ, ഈ സുനാപ്പിയുടെ പേരെന്തോ? പഞ്ചിങ് ബാഗ് മാമ. പഞ്ചിങ് ബാഗ്. ഇതിൽ നീ ഓരോ ഇടി ഇടിക്കുമ്പോഴും ശത്രുവിന്റെ മുഖത്തിടിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. ഞാൻ അങ്ങനെ കണ്ടു തന്നെയാണ് മാമ ഇടിക്കുന്നേ. ഇടി. അതെ, നീ ഇടിച്ചു വാങ്ങിക്കുന്ന ഓരോ അവാർഡും ഓരോ മെഡലും പുലിനട വീട്ടിലെ പുലിനട വീട്ടിലേക്കുള്ള ഒരു പൊൻതരിയായിട്ട് നീ കരുതണം. ആ മത്സരം ഈ മത്സരം മറ്റേ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇന്നേ വരെ ഇവിടെ ഒരു കപ്പും കൊണ്ടുവന്നിട്ടില്ല. നീ പോടി, അവള് വാങ്ങിച്ചോണ്ട് വരും. ഇടിയടി. എടേ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ജില്ലാ സൗത്ത് കോമ്പറ്റീഷൻ നടക്കാൻ പോവുക. അതില് ഞാൻ ജയിച്ച പിന്നെ സ്റ്റേറ്റ്, അത് കഴിഞ്ഞാൽ നാഷണൽ, പിന്നെ വേൾഡ്. എന്റെ കൂടെ 3 പെമ്പിളരാണ് മത്സരിക്കാനുള്ളത്, അതറിയോ? എടി, അത് കഴിഞ്ഞ് വേറെ 5 വളയുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, ഒളിമ്പിക്സ്. അതിൽ നിന്നൊരു മെഡലും കൊണ്ട് മോളി വീട്ടിന്റെ മുമ്പിലോട്ട് വന്നിറങ്ങുന്നതാ മാമന്റെ സ്വപ്നം. ഇത് അവിടം വരെ ഒന്നും പോവില്ല, അതിന് മുമ്പ് എത്തും. കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ആ കിഴക്കേ കോട്ട വരെ, അതിനപ്പുറം താണ്ടൂല. നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കുവേ. ചേട്ടാ, ചായ. ചായ. എവളും നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമായിരിക്കും. ഓ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നീ കുറെ നേരം ആയില്ല നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുന്നു. അച്ഛാ, ചേച്ചിക്ക് ഇന്ന് കോമ്പറ്റീഷൻ. മക്കളെ എവിടെ വെച്ചു? ടൗൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. എപ്പോ? ഇന്ന് വൈകിട്ട് 3 മണിക്ക്. ஆளினால் அழகரசி, இன்ஸ்டாகிராம் ஏஞ்சலு, ஃபேஸ்புக் பியூட்டி, உடையில ஜெனிஃபர் லோபஸ், உண்மையிலே உலகநாயகி. இவ காணாவா, கலக்கிடுவா, கைய கால குளிக்கிடுவா, டிஸ்கோவும் படிச்சிடுவா, டிப்டாப்பா சிரிச்சிடுவா. சினிமாவில் இவ சேர்ந்தா சிலுக்கும் கூட அவுட்டு. இவளை சீண்டினாக்கா அதுக்கப்புறம் வாழுறதே டவுட்டு. നീ എന്ത് വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറയാത്തത്? പറഞ്ഞിട്ട് വന്നാലേ സർപ്രൈസ് ആവൂ അണ്ണാ. ഓ, സർപ്രൈസ്. അന്ത വിട്ട് കുന്തം വിഴുങ്ങി കണക്കിരിക്കുന്ന ഞാൻ വന്നതിലേ ഭയങ്കര സന്തോഷമുണ്ടെന്ന് അഭിനയിച്ചെങ്കിലും കാണിക്ക്. സ്നേഹിക്കട്ട്. എന്റെ ആങ്ങളെ സ്നേഹിച്ചെടുത്തോളം മതി. ഇനി എന്നെയും കൂടെ സ്നേഹിച്ചതിനകത്തോട്ട് തള്ളിയിടണമായിരിക്കും. മണിക്കുട്ടണ്ണ, മണിക്കുട്ടണ്ണ. ഇന്ന് രാവിലെ കൂടി ഞാൻ നിന്നെ കുറിച്ച് ഓർത്തു. നീ വരുമെന്ന് എനിക്ക് റെഡ് അലർട്ട് കിട്ടി. അണ്ണ അങ്ങനെ വിചാരിച്ചാലേ ഞാൻ വരൂലേ? പിന്നെ വരില്ലേ, അതാണ് മനപ്പൊരുത്തം. അവിടെ അമ്മയ്ക്ക് എന്ത് വിശേഷം? അമ്മ എന്ത് പറയുന്നു? മലയാളം പറയണം. എടി ചിന്നു, നീ അറിഞ്ഞോ ഇന്നലെ അവരുടെ 24ാമത് വിവാഹ വാർഷികമായിരുന്നു. 24 വിവാഹ വാർഷികം. എന്നെ വിളിച്ചില്ല, പക്ഷെ ഞാൻ എങ്ങനെയോ പൊത്തിയാടി ഇവിടെ വന്ന്. ഈ ദുഷ്ട കൂട്ടങ്ങൾ എന്നെ വിളിച്ചില്ല അണ്ണാ. ആണോ? വിളിച്ചാടി നീ? കേക്കൊക്കെ മുറിച്ചാ ഉണ്ടാ? ഇല്ലേ? അല്ല ചിന്നു, അവിടെ കണ്ടാ, നീയൊക്കെ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് അവസാനം എന്റെ പെങ്ങൾ കരഞ്ഞോണ്ടോണ്ടാ എന്റെ പേരിലാക്കി അവള് കുറ്റം. മനുഷ്യ അപ്പച്ചി പാവം, നിങ്ങൾ രണ്ടും കൂടെയാണ് എല്ലാം ഉണ്ടാക്കിയത്. നീ വാ.
ഓർഡർ ചെയ്യുന്നു വിട്ടുകളാ. അത് അവർക്ക് അബദ്ധം പറ്റിയായിരിക്കും. എനിക്കറിയാണ്ണ, ഞാനേ ഷോ കാണിച്ചല്ലേ. തന്നെ ഡിജനു നീ ശരിക്കും പണിങ്ങിയാ? പന്നെ കളവി, നിങ്ങളുടെ വിവാഹ വാർഷികം എനിക്ക് വലിയ സംഭവമൊന്നും അല്ല. വിവാഹ വാർഷികം വലിയൊരു സംഭവമായിരുന്നു അപ്പച്ചി. ആണോ? ഓ അതെന്നെ ഓർപ്പിക്കല്ലേ മോളെ. സംസാരിച്ച് വെറുതെ സമയം കളഞ്ഞു. ബാധല്ലോ കയറിയ ചേച്ചിക്ക് ഇന്ന് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ആണ്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പോകും. ആണാ? എന്റെ മുത്ത് ജയിച്ചുവാ. മോളെ, എതിരാളി എത്ര ശക്തനാണെങ്കിലും ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറരുത്. മനസ്സൊരിക്കലും പതറരുത്. അവന്റെ രക്തമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മണിക്കുട്ട, ഇത് മത്സരമാണ്. മത്സരത്തില് ശത്രുവില്ല, എതിരാളിയേ ഉള്ളൂ. ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാരും ഞങ്ങളുടെ ശത്രുക്കളാളിയാ. അല്ലേടി മോളെ? തന്നെ മാമ. എനിക്ക് സമയമില്ലാതായി പോയി മോളെ. അല്ലെങ്കിൽ മോളെ മാമൻ 3-4 മർമ്മങ്ങൾ പഠിപ്പിച്ചു വിടായിരുന്നു. ആ മർമ്മത്തിൽ ഒരെണ്ണത്തിൽ ഒരു കുത്ത് കിട്ടിയാ മതി. അവൻ പിന്നെ 3-ാം ദിവസം വേറെ എഴുന്നേറ്റ് നിൽക്കൂ. അണ്ണാ ഒരുപാടൊന്നും വേണ്ടെണ്ണ, ഉള്ളതിലെ വിളഞ്ഞോ നോക്കി ഒരെണ്ണം പറഞ്ഞോട്. എന്റെ കൊച്ചെ കുത്തി മലത്തിട്ട് ചിന്നു, നിനക്ക് എന്തിനാ കുഴപ്പം? മിണ്ടാരി പോണ അണ്ണൻ പറഞ്ഞോടാ. പറഞ്ഞു കൊടുക്കാം. അത് ചെറുപ്പത്തിലേ ഞാൻ ഒരുപാട് അടിമുറ പഠിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ തക്കല നേച്ചമണി ആശാനായിരുന്നു എന്റെ ഗുരു. പിന്നെ എന്റെ അച്ഛനും എന്റെ ഗുരുവായിരുന്നു. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അമ്പോ അച്ഛൻ പിന്നെ മർമാണിയാണ്. അച്ഛൻ തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ആളില്ല. മാമ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണല്ലേ? എന്തിന്? എന്തിനെന്നാ? പെൺകുട്ടികളായ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലത്തെ നാട് നീളം ഞരമ്പ് രോഗികളുള്ള കാലമല്ലേ മാമ. തട്ടുമർമ്മച്ചൂട്, ഹനുമാൻ ചൂട്, ഒറ്റച്ചൂട്, വട്ടച്ചൂട്, ചതുരച്ചൂട്, പിന്നെ വാൾപ്പയറ്റ്, കുറുവടി, ഉറുമി, കത്തിയറ്, അങ്ങനെ അങ്ങോട്ട് പോകും. ഇതാരിത്? ഊഴിക്കുന്ന ആശാനാ? ഊഴിക്കുന്ന ആശാൻ അല്ല, അങ്ങനെ വെടിക്കാരനല്ല. ഇത് മർമ്മത്തിലെ ആശാൻ. അങ്ങനെയും പറയാം. അല്ല, പക്ഷേ നീ പറയുന്ന കേട്ട പിള്ളേര് വിചാരിക്കുവേ ഞാൻ വെടി പറയാ. അയ്യോ അല്ല, എന്റെ അണ്ണൻ സൂപ്പർ. കിളവി, നിങ്ങൾക്ക് വല്ല പൊടിക്കൈ അറിയാവോ? എന്തോന്ന്? നിങ്ങൾ പുലിനട വീട്ടിലെ ഏക പെൺതരിയല്ലേ? ഓ, അത് അത്യാവശ്യം ജീവിക്കാനുള്ള പൊടിക്കൈയൊക്കെ എനിക്ക് ചേട്ടനും അച്ഛനും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അണ്ണാ, രവി അണ്ണാ സൂക്ഷിക്കണേ അണ്ണാ. അതായത് തൊടുമർമ്മം 96, പടുമർമ്മം 12, തട്ടുമർമ്മം 8, ചൂണ്ടുമർമ്മം 1, നോക്കുമർമ്മം 1. ഈ നോക്കുമർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺപാർവേ മർമ്മം. അപ്പടിയാ? ആമാ കണ്ണേ. ഈ തൊടുമർമ്മം പഠിച്ചവനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് തൊടുമർമ്മം 96 പഠിച്ചവൻ അവനെ തന്നെ തൊടാൻ പറ്റൂല. അങ്ങനെയും പ്രശ്നമുണ്ട്. അയ്യോ, എന്റെ മണിക്കുട്ടാണ്ണെ കണ്ടാവുണ്ടല്ല, തച്ചോളി ഒതന്നെ തന്നെ ഉടിയണൂല്ലോ പുല്ലി തന്നെ. എടി ചിന്നു, നീ തച്ചോളി ഓതാനെ കണ്ടിട്ടുണ്ട്? തച്ചോളി ഒതന്നെ കണ്ടിട്ട് ഇപ്പൊ എന്തിനി? എന്തിനു പറയണത് തച്ചോളി ഓതാൻ? എന്റെ മണിക്കുട്ടാണ്ണനെ തച്ചോളി ഒതന്നെ പോലെ അല്ല ഇരിക്കണെന്ന് പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തച്ചോളി ഒതന്നെ ഞാൻ കാണുന്ന എന്തിന്? എന്തോ തന്നെ നിങ്ങക്ക്. നീയല്ലേ പറഞ്ഞത് തച്ചോളി ഓതാനെ? ആരോ വിളിച്ചേക്കത്. മാമ ബോക്സിംഗിൽ കയറി കഴിഞ്ഞാലേ ചറ പറയാന്ന് ഇടിയാ. അപ്പൊ മാമൻ പറഞ്ഞ പോലെ എന്തോ തൊടുമർമ്മവും ഈ കൺപാർവേ മർമ്മവും ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടൂല. എന്റെ മോളെ, ഈ അടിമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ലോകത്തിലെ ഏത് അഭ്യാസത്തിനേക്കാളും മുകളിലാണ്. അതൊക്കെ ഇവിടെ പറയാം മാമ. റിങ്ങിൽ ഒന്ന് ഇറങ്ങി നോക്കണം, അപ്പൊ കാണാം. നീ വാ, പറഞ്ഞുതരാം. വാ വാ. അവിടെ മോളെ, നീ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ട് ഇടിച്ചോണം. എങ്കിൽ മോളെ നീ അകത്ത് പോകും. അളിയനകത്ത് പോകും. എന്തോ തന്നെ ഇത്? ചുമ്മാ പഠിച്ച് ജോലിയും വാങ്ങിച്ച് കുടുംബവും നോക്കി ഒരു പഴം കേസ് സഹോദരനെന്ന് പറയാനേ നാണക്കേടാ. നീ പോ മോളെ. വേണോ? വേണം വേണം. എന്താ വിട് മോളെ, പഴം കേസൊക്കെ വിട്. നീ ഇടി. മണിക്കുട്ടാണ്ണാ, മാനം കളയല്ലേ. ചേട്ടാ വേണോ? ഒന്നും പറയണ്ട മങ്ങളെ. ഇടി 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 ഇടി. പറഞ്ഞതാണ് മണിക്കുട്ട.
ഓതേനൻ എന്റെ കൊച്ചിന് വല്ലതും പറ്റിയാണ്ടല്ലോ ചിന്നു മണിക്കുട്ടണ്ണ. നോക്കി അത് അങ്ങോട്ട് പോവോ? കൈ എങ്ങനെയുണ്ട് മോളെ? കൈ പതുക്കെ. ആ കാർത്തു കണ്ണ ചേച്ചി കൈ എങ്ങനെയുണ്ട്? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? വിളിച്ചു പറഞ്ഞായിരുന്നു. ഓ എന്റെ ദേവി, എന്റെ ചേച്ചിക്ക് ഈ ഒരു ഗതി വന്നല്ലോ. അങ്കിള് ചേച്ചി കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, അകത്ത് കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്ക്. ആന്റി ആന്റി വിഷമിക്കണ്ട കേട്ടോ. മേളിൽ നിന്ന് ദൈവം എല്ലാം കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു പോംവഴി പറയും കേട്ടോ. ആന്റിക്ക് അറിയില്ല കേട്ടോ. ചേച്ചി എന്ത് കാർത്തു? എപ്പോ സംഭവിച്ചേ? 1 മണിക്കൂറായി കാണും. എപ്പ എടുക്കും? അല്ല എപ്പ ആശുപത്രി കൊണ്ടുപോകും? എന്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ വീട്ടിലുള്ള. കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ട്. 1-2 മണിക്കൂറല്ലേ ഉള്ളൂ മത്സരത്തിന്. ഇനി ഇങ്ങനെ കിടത്തിയിരിക്കുന്നതിനേക്കാളുവേ നമുക്ക് ആശുപത്രി കൊണ്ടുപോയാലണ്ണ. എങ്ങനെ നടന്ന വീടായിരുന്നു, ഇപ്പൊ മരണ വീട് പോലെ ആയി. ഏതായാലും എന്റെ കുഞ്ഞിന് സംഭവിച്ചല്ല. ഏത് ഉയരത്തി എത്തേണ്ട കുഞ്ഞ. ഈ മഹാപാപം ചെയ്ത എന്റെ 2 കൈകളും ഞാൻ തന്നെ മുറിച്ചു കളയും. ചേച്ചി ഇതാര്? എന്റെ മാമൻ. മാമൻ. അണ്ണ ഇങ്ങനെ വിഷമിക്കാതണ്ണ. സംഭവിച്ചത് സംഭവിച്ചു. നമ്മളാരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലല്ല. വിഷമിക്കാതണ്ണ. മത്സരം ഇനിയും വരും. മത്സരങ്ങൾ അപ്പച്ചി ഒന്ന് നടത്തോ? ഇനി എനിക്ക് അടുത്ത വർഷം ഇറങ്ങാൻ പറ്റൂ. ഇതാണ് പറയണത്, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ലാന്ന്. എന്തൊക്കെയായിരുന്നു കയ്യെ പറ്റി പറഞ്ഞത്? റേവേ പാളമാണ്, ഇരുമ്പാണ്, JCBയുടെ കൈയാണ്. ഇപ്പൊ ഒരു സ്പൂൺ പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് കൊല്ല് ആരെങ്കിലും. ചേട്ടാ മൂടോട്ട് ആവണ്ട. ചേട്ടൻ വേണമെന്ന് വെച്ച് ചെയ്തല്ലോ. അവക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ നോക്കി, അത് അവക്ക് എന്നെ പാരയായി, അത്രയല്ലേ ഉള്ളൂ. ഒരിക്കലും ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു. പണ്ട് നേശമണി ആശാനല്ലേ എൻ്റെ ആശാനെ, എന്നെ തക്കളയ്ക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ ആശാൻ അവശനായിട്ട് കിടക്കുക. ആശാൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ നല്ലവനാ, നിനക്ക് നല്ലത് വരും. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, നിന്റെ കൈ കൊണ്ട് അറിയാതെ പോലും ആരും ഉപദ്രവിക്കരുത്. ഒരുപക്ഷെ അങ്ങനെ ഉപദ്രവിച്ചാൽ അവൻ പിന്നെ എഴുന്നേക്കത്തില്ലെന്ന്. അയ്യോ, അല്ല അതൊരു ശാപമാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്കിള് പറഞ്ഞു വരുന്ന റിയ ചേച്ചി എണീക്കത്തില്ലാന്നാണോ? നീ പോടാ. ഉള്ളത് പറയട്ടെ അണ്ണ. നിങ്ങൾക്ക് ഇത്രയൊക്കെ സ്വയം അറിയായിരുന്നെങ്കിലേ എന്തിനു റിങ്കിയുടെ കയ്യിൽ അഭ്യാസം കാണിച്ചത്? അവക്ക് ഇന്ന് മത്സരം ഉള്ളതല്ലേ അണ്ണ. അല്ല ചിന്നു എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ല വേറെ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ചിന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. മണിക്കുട്ടണ്ണ, മണിക്കുട്ടണ്ണ, ചിന്നു നിങ്ങൾ എന്റെ പേര് വിളിച്ചോണ്ടിരിക്കുക, കാര്യം പറ. മണിക്കുട്ടണ്ണ, അറിയാതെ വീണ വാക്കുകളാണ്. മനസ്സിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളവളോട് പൊറുക്കണം. ശരിയാവിലെ സീരിയലിലെ സെയിം ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. അളിയൻ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. അളിയൻ മാത്രമല്ല, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് പറയാനുണ്ടോ? ഇനിയിപ്പോ നോക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. മതി. അങ്ങ് ചെയ്ത തെറ്റ് തന്നെയാണ്. ആ വന്ന് ചേച്ചി കൈ പിടിച്ച് തിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറയായിരിക്കായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ദേഷ്യം തീർന്നതുമില്ല. എന്താണ് നോക്കണത്? ഞാനിത് കേൾക്കേണ്ടത് തന്നെ അളിയ. പെങ്കുമോടെ കൈ ശരിയാക്കാൻ എനിക്കൊരു അവസരം കൂടി തരണം. അല്ല അളിയൻ പറഞ്ഞാൽ അവള് കേൾക്കും. അല്ലെങ്കിൽ എനിക്കതൊരു വലിയ മനപ്രയാസമായിരിക്കും അളിയ. മണിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ വളരെ പാടുപെട്ടാണ് ഈ പിള്ളേരെ വളർത്തുന്നത്. ഇപ്പൊ അവളുടെ കയ്യേ പോയിട്ടുള്ളൂ. എനിക്ക് അവരുടെ ജീവനോടെ വേണം, പ്ലീസ്. മണിക്കുട്ടി, ചേട്ടാ ചേട്ടന്റെ കയ്യിൽ നിന്ന് പോയി, അതങ്ങ് വിട്ടേരെ. അല്ല അപ്പൊ എന്നിലെ അഭ്യാസം ആരും മാനിക്കുന്നില്ലേ?
ഞാൻ മാനിക്കും അണ്ണ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കണ്ണവാ, നമുക്ക് റിങ്കി ചേച്ചി കാണാൻ പോവാം. ഇവിടെ നിന്നാ ഞാൻ വല്ലതും പറയും. വാടാ. അല്ല, ഈ പോയ പിള്ളേരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. എന്തു പറ്റി? ഒന്നുമില്ല. മോളെ നമുക്ക് ആശുപത്രി പോകാം. എനിക്ക് ഒരിടവും പോണ്ട. ഇപ്പൊ എന്റെ കൈ ശരിയായില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനു പോണേ? ചേച്ചി എന്തായാലും ഇനി മത്സരത്തിന് ഇറങ്ങാൻ പറ്റൂല. പിന്നെ ഇങ്ങനെ വച്ചോണ്ടിരിക്കുന്ന കാട്ടി നല്ലത് ജനലാശുപത്രി കൊണ്ടുപോകണല്ലേ. അത് തന്നെ മക്കളെ, വാടിയ ആശുപത്രി പോവാം. മക്കളെ പോട്ടടി, നിനക്ക് പങ്കെടുക്കാനുള്ള വിധി ഇല്ലെന്ന് വിചാരിച്ചാ മതി. കറക്റ്റ്. പണ്ടേ ഇതുപോലൊരു ഓട്ട മത്സരത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണ് ഞാൻ. ദോണ്ടേ ഇവിടെ ഒരു കുപ്പിച്ചില്ലുണ്ട്. അതോടെ മത്സരം തീർന്നേ, ഞാൻ ഇവിടെ ഇരിപ്പായി. ഏത് മത്സരം? ഡിസ്ട്രിക്റ്റാ സ്റ്റേറ്റാ? അയ്യേ, അതൊന്നും അല്ല, കുടുംബശ്രീയുടെ മത്സരം. രമണി ചേച്ചിയും ബിന്ദു ചേച്ചിയും ഉണ്ടായിരുന്നു. ഓടിയിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ്. അയ്യോ, ഞാൻ ഒന്നും ചോദിച്ചില്ല, എല്ലാം മച്ചോ. ശരി മോളെ നമുക്ക് ആശുപത്രി പോകാൻ വാ മോളെ. വേണ്ട. അളിയ, ഒന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. മോളെ എങ്ങനുണ്ട്? നല്ല സുഖമുണ്ട് മാമ. സുഖമെന്ന് വെച്ചാ മാമന് ശരിയാക്കി തരാം. അളിയ, പെങ്ങളെ, ചിന്നു, നിങ്ങളുടെ എല്ലാ അനുവാദം ഉണ്ടെങ്കിൽ ഞാനൊരു കടുങ്കൈ ചെയ്യാം. അല്ല, പിന്നെ വെറും കൈ ചെയ്യാം. ഒരു കൈ ചെയ്യാം. കയ്യാ ഇത്? അല്ല, അത് ശരിയാക്കി തരാം അളിയ. ചെയ്യട്ടെ? ചെയ്യട്ടെ? ചെയ്യട്ടെ. മോളെ പേടിക്കണ്ട. അൻപാർന്ന പരദേവതകളെ, ഗുരുക്കന്മാരെ, സർവോപരി തക്കലയിൽ വാഴും എൻ ഗുരുനാഥൻ നേശമണി അവർകളെ, എൻ കുളന്തയെ കാപ്പാത്തുങ്കോ. അങ്ങോട്ട് മാറി വേണം. கையே கொடுங்கோ, இந்த கையை கொடுங்கோ, கையை கொடுங்கோ. ധൈര്യമാണ്. മേലോട്ട് നോക്ക്, മേലോട്ട് നോക്ക്, മേലോട്ട് നോക്ക്, മേലോട്ട് നോക്ക്. മണിക്കുട്ടാ, മോളെ കൈ ശരിയായി. കടവുൾ ശരണം, ഗുരുനാഥൻ ശരണം, നേശമണി ശരണം. ശരിയായ മോളെ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ അളിയാ. എന്റെ മോളെ, ഇനി മോള് ധൈര്യമായിട്ട് പോയി മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനമായിട്ട് ഇവിടെ വരണം. ജയിച്ചിട്ടേ വരുള്ളൂ മാമ. ആ അളിയ, നേസമണി അല്ല മണിക്കുട്ട, ഇത് എവിടെ പഠിച്ചു? അതൊക്കെ പഠിച്ചളിയാ, തെക്കൻ കളരിയ. പേടിച്ചു പോയി ഞാൻ. രക്ഷപ്പെട്ടു. അളിയനി ഞാനൊരു മരുന്നുണ്ടാക്കി തരുന്നുണ്ട്. മോളെ ഞാൻ വരുന്നേ. പേടിച്ചു. നീ എന്തിനാ എന്റെ പുറകെ കിടക്കുന്നേ? അറിയ എന്തായെന്നറിയാ, ഒരു നിവർത്തിയില്ലല്ലോ അളിയാ. 5 മണി കഴിഞ്ഞു, മത്സരം കഴിഞ്ഞാണ്. എന്തായെന്തോ? ആരും വിളിച്ചില്ലല്ലേ? ഇല്ല ചേച്ചി, മനുഷ്യൻ ഇപ്പൊ ടെൻഷൻ എടുത്ത് ചാവും. നീ ടെൻഷൻ അടിക്കണ്ട. കൈവയ്യാത്ത കൊച്ചിനെയാണ് നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു വിട്ടത്. നോക്കിക്കോ, ആ കൊച്ചിന്റെ കൊല്ലം പറ്റിയോ മണിക്കുട്ടി നോക്കിക്കോ. എന്റെ അളിയാ, ദാണ്ട ഞാൻ ദാ ഇത്രേ ചെയ്തുള്ളൂ. അവിടെ കൈ ഇങ്ങോട്ട് പിടിച്ചതാ, ഇവിടെ അങ്ങോട്ട് കിടി എന്നൊന്ന് മടക്കി. അതിനിപ്പോ ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ അറിഞ്ഞു അളിയാ. ഇങ്ങനെ സംഭവിക്കുന്നു ഞാനും അറിഞ്ഞില്ല. അയ്യോ, ചേച്ചിനെ കൊണ്ട് ദേവി ചേച്ചി വിളിക്കണം. ഞാനോ? ഹലോ. എന്നിട്ട് ഓക്കെ ശരി. എന്ത്? ചേച്ചി എതിരാളി ഇടിച്ചിട്ട്. അങ്ങനല്ല, എതിരാളി ചേച്ചി ഇടിച്ചിട്ടൊന്നും. അയ്യോ, കൊച്ചിനൊന്നും പറ്റിയാ? ചെറിയൊരു കൈ വേനേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ കൊച്ചിന് രാത്രി മൊത്തം കൈവേദനയായിരിക്കും. തന്നെ അണ്ണാ. പിന്നെ മണി, ആശുപത്രി കൊണ്ടുപോയി റെഡി ആയിക്കോ കുഞ്ഞിനെ.
അപ്പൊ നീ ഞങ്ങളെ പറ്റിച്ചല്ലേ? തുടങ്ങട്ടെ. ഉരുളയ്ക്ക് പേര്